മനോജിൻ്റെ വരുമാനത്തേക്കാൾ 20% കുറവാണ് സരിതയുടെ വരുമാനം. മനോജിൻ്റെ വരുമാനം സരിതയുടെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ്? അപ്പം നമുക്കിവിടെ മനോജിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സരിതയുടെ വരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? മനോജിൻ്റെ വരുമാനത്തേക്കാൾ 20% കുറവാണ് സരിതയുടെ വരുമാനം. അപ്പോൾ സരിതയുടെ വരുമാനമാണ് കുറവ്. എത്രയാണ്? 20% കുറവാണ് സരിതയുടെ വരുമാനം. അപ്പോൾ മനോജിൻ്റെ എന്താണ്? കൂടുതലാണ്. അത് എത്രയാണ് എന്ന് കാണണം. സരിതയുടെ വരുമാനം 20% കുറവാണ്. അപ്പോൾ മനോജിൻ്റെ വരുമാനം എത്ര ശതമാനം കൂടുതലാണെന്ന് കാണണം. ഇത് കണക്ക് ചെയ്യാൻ സൂത്രവാക്യം എഴുതാം. 100x/100 - 100x/100 - ഇത് നമുക്ക് കുറവായിട്ട് തരുമ്പോഴാണ് ഈ സൂത്രവാക്യം ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് തന്നത് കുറവ് എന്നല്ലേ തന്നിരിക്കുന്നത്, എന്നിട്ട് കൂടുതൽ കാണണം. അപ്പോൾ കുറവ് തന്നിട്ട് കൂടുതൽ കാണുമ്പോഴാണ് ഈ സൂത്രവാക്യം. കൂടുതൽ തന്നിട്ടാണെങ്കിൽ നമ്മളിവിടെ പ്ലസ് എന്ത് ചെയ്തിട്ടാൽ മതി. കൂടുതൽ തന്നിട്ട് കുറവ് കാണാനാണെങ്കിൽ ഈ സൂത്രവാക്യത്തിൽ ഇവിടെ മാറ്റം വരുത്തി പ്ലസ് ആക്കിയാൽ മതി. വില കൊടുക്കുക. ഈ എക്സ് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ശതമാനം, എക്സ് തന്നിട്ടുള്ള ശതമാനം. അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ 100x 100 × x എത്രയാണ്? 20 ബൈ 100 എക്സ് കുറയ്ക്കുക. 100 - 20 100 × 20 ഗുണിച്ചാൽ 2000 വരും അല്ലേ? 100 × 20 2000 ബൈ 100 × 20 കുറച്ചാൽ 80. നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞാൽ 200/8 എത്ര വരും? 25. അപ്പോൾ ഉത്തരം എന്താണ്? 25%. അതായത് മനോജിൻ്റെ വരുമാനം എന്ന് പറയുന്നത് സരിതയുടെ വരുമാനത്തേക്കാൾ എത്ര കൂടുതലാണ്? 25% കൂടുതലാണ്. 9/0.9 × 9/0.9. നമുക്ക് ആദ്യം ഇത് മാത്രം നോക്കുക. 9/0.9. ഇവിടെ ദശാംശ സംഖ്യ കൊണ്ട് ഹരണം വരുന്നുണ്ട്. ദശാംശ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദശാംശം ഒഴിവാക്കണം. ദശാംശം ആദ്യം ഒഴിവാക്കുക. ഇവിടെ ദശാംശം കളഞ്ഞാൽ എന്താവും? സംഖ്യ 9 ആവും. പിന്നെ 0 വലിയ ദശാംശം കളഞ്ഞാൽ സംഖ്യ 9. അപ്പോൾ ഇവിടെ ഛേദം 9. ദശാംശം നമുക്ക് വെറുതെ കളയാൻ പറ്റില്ല. ദശാംശം കളയുന്ന പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തിൽ ഒരു സ്ഥാനം കളയുമ്പോൾ, ഛേദത്തിൽ ഒരു ദശാംശ സ്ഥാനം നമ്മൾ ഒഴിവാക്കുമ്പോൾ, അംശത്തിൽ ദശാംശം ഇല്ലെങ്കിൽ, അംശത്തിൽ ദശാംശം ഇല്ല, ഒരു 0 ചേർക്കണം. അപ്പോൾ ഛേദത്തിൽ ഒരു ദശാംശം നമ്മൾ ഒരു ദശാംശ സ്ഥാനം ഒഴിവാക്കുമ്പോൾ, അംശത്തിൽ ദശാംശ സ്ഥാനം ഇല്ലെങ്കിൽ, ഇവിടെ ദശാംശം ഇല്ല, ഒരു 0 ആഡ് ചെയ്യണം, ഒരു 0 ചേർക്കണം. അപ്പം 9ൻ്റെ കൂടെ ഒരു 0 എത്രയായി? 90. അപ്പോൾ ഇതെന്തായി? 90/9 എന്നായി. ഇത് 90/9 ആണെങ്കിൽ ഇതും അതാണല്ലോ. ഇത് രണ്ടും തുല്യല്ലേ? ഇൻറ്റു 90/9. 90/9 എത്രയാണ്? 10 ആണ്. 90 ഇൻറ്റു ഇതും 10 ആണ്. 10 × 10 ഉത്തരം 100. y+1 ഹോൾഘാതം n സമം k × y+1 ആയാൽ kയുടെ വില കാണുക. y+1 ഹോൾഘാതം n സമം k × y+1. നമുക്ക് kയുടെ വിലയാണ് കാണുന്നത്. അപ്പോൾ ഈ സമവാക്യത്തിൽ k ഒരു ഭാഗം നിർത്തി y+1 മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. kയുടെ വില കാണുമ്പോൾ k അവിടെ നിർത്തിയിട്ട് y+1 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നാവും. അപ്പോൾ അല്ലേ? അപ്പോൾ k അവിടെ നിർത്തിയിട്ട് സമം ഈ y+1 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നാവും. ഇവിടെ എന്താ ഉള്ളത്? y+1 ഹോൾഘാതം n ഇവിടെ ഉണ്ട്. y+1 ഇങ്ങോട്ട് വന്നു. അപ്പോൾ ബൈ y+1 ഇത് ഹരിക്കണം. ഇത് കൃത്യങ്ക നിയമം. ഏഘാതം m ബൈ ഏഘാതം n. ഏഘാതം m ബൈ ഏഘാതം n എന്താണ്? ഏഘാതം m - n. ഈ കൃത്യങ്ക നിയമം വെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ y+1 ഹോൾഘാതം n ബൈ y+1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കൃതി n ഉണ്ട്, ഇവിടെ കൃതി m ഉള്ള പോലെ ഇവിടെ n ഉണ്ട്. ഇവിടെ കൃതി കാണുന്നില്ല അല്ലേ? ഇവിടെ കൃതി വേണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തിടാം? കൃതി 1 എഴുതാം. 1 ഇട്ടാൽ മാറ്റമൊന്നും വരില്ലല്ലോ. ഏതൊരു സംഖ്യയുടെ കൃതി 1 ഇട്ടാൽ അത് തന്നെയാണ്. അപ്പോൾ y+1 ഹോൾഘാതം n ബൈ y+1 ഹോൾഘാതം 1. ഇത് നമുക്ക് കൃത്യങ്ക നിയമം വെച്ച് ചെയ്യാം. എന്താണ്? a വരുമ്പോൾ a ഇട്ട പോലെ y+1 നമ്മൾ എന്താ എഴുതുക? y+1. എന്നിട്ട് എന്ത് ചെയ്തു? m എന്ന് n കുറച്ച് എഴുതി. അപ്പോൾ n എന്ന് 1 കുറച്ച് എഴുതുക. n കുറയ്ക്കണമെന്ന്. ഉത്തരം കിട്ടി. kയുടെ വില y+1 ഹോൾഘാതം n - 1. ഒക്ടോബർ 31 വ്യാഴമായാൽ ഒക്ടോബർ 1 ഏത് ദിവസമായിരിക്കും? നമുക്ക് ഒക്ടോബർ 31 വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഒക്ടോബർ 1 ഏത് ദിവസമാണെന്ന് കാണണം. അപ്പോൾ മാസം ഒക്ടോബറിന് മാസം വ്യത്യാസമില്ല. ഇവിടെ എന്താ പറയുക? 31-ാം തീയതി വ്യാഴാഴ്ചയാണ്. 31-ാം തീയതി എന്താണ്? വ്യാഴാഴ്ചയാണ്, തേഴ്സ്ഡേ ആണ്. 31-ാം തീയതി നമുക്ക് വ്യാഴാഴ്ച പറഞ്ഞിട്ടുണ്ട്. 31-ാം തീയതി വ്യാഴാഴ്ചയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പിന്നോട്ട് ചിന്തിക്കാം, പുറകോട്ട്. 7 കുറച്ച് വന്നാൽ അതൊക്കെ വ്യാഴാഴ്ചകളായിരിക്കും. ഇതെന്നൊക്കെ 7 കുറച്ച്
കുറച്ചാൽ കിട്ടുന്നത് 7 കുറച്ച് വരിക അതൊക്കെ വ്യാഴങ്ങളായിരിക്കും. 31 7 കുറച്ചാൽ 24, 7 കുറച്ചാൽ 17, 7 കുറച്ചാൽ 10, 7 കുറച്ചാൽ 3 കൂട്ടി നോക്കൂ. 3ഉം 7ഉം 10, 10 7 17 7 24 7 31. അപ്പോൾ 7 കൂടി വരുന്നു, അല്ലെങ്കിൽ ഇങ്ങോട്ട് 7 കുറഞ്ഞു വരുന്നു. 7 കുറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം എന്താണ്? വ്യാഴാഴ്ചകൾ തന്നെയാണ്. ഇതെല്ലാം വ്യാഴാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒക്ടോബർ മാസം തന്നെയാണ്. ഒക്ടോബർ മാസത്തിലെ 3-ാം തീയതി എന്താണ്? ഇതെല്ലാം വ്യാഴാഴ്ചകളാണ്. അപ്പോൾ 3-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ 2-ാം തീയതി ബുധനാഴ്ചയായിരിക്കും. അതിന് മുമ്പേ 1-ാം തീയതി ചൊവ്വാഴ്ചയായിരിക്കും. നമുക്ക് എന്താ കണ്ട്? ഒക്ടോബർ 1 3 വ്യാഴമാണെങ്കിൽ 2 ബുധൻ 1 ചൊവ്വ. ഒക്ടോബർ 1 എന്തായിരിക്കും? ഒക്ടോബർ 1 ചൊവ്വാഴ്ച ആയിരിക്കും, ട്യൂസ്ഡേ ആയിരിക്കും. ഒരു സാധനം 192 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടം വന്നു. 252 രൂപയ്ക്കാണ് ഇത് വിറ്റിരുന്നെങ്കിൽ ലാഭശതമാനം കാണുക. അപ്പോൾ ഒരു സാധനം ആദ്യം 192 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ എന്താ സംഭവിച്ചത്? നഷ്ടം വന്നു. എത്ര? 20%. ഇനി നമ്മൾ സങ്കല്പിക്കുകയാണ്, ഈ 192 രൂപയ്ക്ക് വിൽക്കുന്നതിന് പകരം 252 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ലാഭം കിട്ടുമായിരുന്നു. എത്രയായിരുന്നു ലാഭശതമാനം? നമുക്ക് ആദ്യം ഈ വാചകം എടുക്കുക, ആദ്യത്തെ വാചകം എടുക്കുക, എന്നിട്ട് സൂത്രവാക്യം എഴുതുക. എന്താണ് സൂത്രവാക്യം? വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു 100 കുറയ്ക്കണം നഷ്ടശതമാനം ബൈ 100. കാരണം ഇവിടെ ആദ്യം നഷ്ടമാണ് വരുന്നത്. അതുകൊണ്ട് വിറ്റ വില സമം വാങ്ങിയ വില ഇൻറ്റു 100 കുറയ്ക്കണം നഷ്ടശതമാനം ബൈ 100. വില കൊടുക്കുക. വിറ്റ വില എത്രയാണ്? ആദ്യത്തെ വിറ്റ വില 192 സമം വാങ്ങിയ വില നമുക്ക് അറിയില്ല അല്ലേ? വാങ്ങിയ വില എക്സ് എന്ന് കരുതുക വേണമെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് എഴുതിയാൽ മതി. എക്സ് ഇൻറ്റു 100 നഷ്ടശതമാനം കുറയ്ക്കുക. 100 എത്രയാണ്? 20 കുറച്ച് എത്ര വരും? 80/100. ഇതെങ്ങനെ എക്സ് കാണുക? അതായത് വാങ്ങിയ വില എങ്ങനെ കാണും? ഇൻറ്റു 80/100 ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻറ്റു അതിൻ്റെ തിരിച്ചെഴുതണം 100/80, റെസിപ്രോക്കൽ ഇടണം, അതായത് വിൽക്രമം. അപ്പോൾ എക്സ് എങ്ങനെ കാണും? എക്സ് പറഞ്ഞാൽ വാങ്ങിയ വില അല്ലേ? സമം ഇവിടെ എന്തുണ്ട്? 192 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 100/80. നമുക്ക് ഒരു 0 വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ ഹരിക്കുമ്പോൾ 19 ഇരട്ട് 16 ശിഷ്ടം 3 32 4 8 32 24 വരും വന്നു. ഇൻറ്റു 10 240 എക്സ് അല്ലേ? 240 എന്ത്? എക്സ് എന്താണ്? വാങ്ങിയ വില നമുക്ക് കിട്ടി 240. അപ്പോൾ ഇത് വാങ്ങിയ വില. ഇനി പുതിയ വിറ്റ വില നോക്കുക 252. അപ്പോൾ വാങ്ങിയ വില 240, വിറ്റ വില 252. അപ്പോൾ ലാഭം കിട്ടും. വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് വിൽക്കുന്നത്. 12 രൂപ ലാഭമാണ് അല്ലേ? 12 രൂപ ലാഭമാണ്. എന്ത് കാണണം? ലാഭശതമാനം കാണണം. ലാഭശതമാനം കാണാൻ സൂത്രമൊക്കെ എന്താ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വില കൊടുക്കുക. ലാഭം എത്രയാണ്? 12 ബൈ വാങ്ങിയ വിലയിൽ കിട്ടിയത് എത്രയാണ്? 240 ഇൻറ്റു 100. നമുക്കിതിൽ ഒരു 0 വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ പിടിച്ചെടുക്കുമ്പോൾ 12 24 10/2 ലാഭശതമാനം. ഉത്തരം 5%. 2 ഘാതം n സമം 8 ആയാൽ 3 ഘാതം n-ന്റെ വില കാണുക. 2 ഘാതം n-ന്റെ വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 8 ആണ്. നമ്മൾ എന്ത് കാണണം? 3 ഘാതം n-ന്റെ വില കാണണം. നമുക്ക് ഇതെടുക്കുക. 2 ഘാതം n സമം 8. ഇവിടെ ഈ ഭാഗത്ത് 2 ആണ്, ഇവിടെ 8 ആണ്. സമത്തിൽ ഇടതുവശത്ത് 2 ആണ്, ഇവിടെ 8 ആണ്. നമുക്ക് ഈ രണ്ടും തുല്യപ്പെടുത്തണം. ഈ രണ്ട് ഭാഗത്തുള്ള സംഖ്യകൾ തുല്യപ്പെടുത്തണം. അപ്പോൾ ഇത് അതുപോലെ ഇടുക. 2 ഘാതം n സമം ഇത് നമുക്ക് എന്ത് ചെയ്യാം? 2 ക്യൂബ് എന്ന് എഴുതാം അല്ലേ? 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 3 തവണ കുടിച്ച് 8 കിട്ടും. അപ്പോൾ നമുക്ക് 8-ന്റെ 2 ക്യൂബ് എന്ന് എഴുതാം. അതുകൊണ്ട് ഇപ്പോൾ എന്താ കൊണ്ടായ? ഈ രണ്ട് ഭാഗത്ത് സംഖ്യകൾ തുല്യപ്പെടുത്താനാണ് നമ്മൾ പറഞ്ഞത്. തുല്യപ്പെട്ടു അല്ലേ? 2 ഘാതം n സമം 2 ഘാതം 3. ഇവിടെ ഈ രണ്ട് വശത്തും ഈ സംഖ്യകൾ തുല്യമാകുമ്പോൾ ഇവിടുത്തെ സംഖ്യകൾ തുല്യമാവും. ഇപ്പോൾ ഈ അടിയിലുള്ള സംഖ്യകളെ നമ്മൾ പാദസംഖ്യകൾ എന്ന് പറയും. പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ കൃതികളും തുല്യമായിരിക്കും. ഇതൊരു സമവാക്യമാണ്. സമം തൊട്ട. അപ്പോൾ ഇരുവശത്തും പാദസംഖ്യകൾ തുല്യമാവുകൊണ്ട് കൃതികൾ തുല്യം. n സമം 3. n-ന്റെ വില കിട്ടി. n സമം 3. ഈ വില നമുക്കിവിടെ കൊടുക്കുക. എന്താ കാണേണ്ടത്? 3 ഘാതം n കാണണം. 3 ഘാതം n-ന്റെ വില നമുക്കിവിടെ കിട്ടി. n-ന്റെ വില എത്രയാണ്? 3. അപ്പോൾ 3 ഘാതം n-ന് പകരം നമ്മൾ എന്താ എഴുതുക? 3 എഴുതുക. 3 ഘാതം 3 കാണുക. 3 ഘാതം 3 എന്താ? 3 ഇൻറ്റു 3 ഇൻറ്റു 3. 3 എന്ന സംഖ്യ 3 പ്രാവശ്യം കുടിച്ചു. ഉത്തരം 27. 1/a 1 + a/a 1 + 2a/a എക്സെട്ര സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദം കാണുക. നമുക്കൊരു സമാന്തര പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ, അരിത്മെറ്റിക് സീരീസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ nth ടേം കാണണം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ nth ടേം, സമാന്തര പ്രോഗ്രഷൻ്റെ n-ാം പദങ്ങളാണ്. സൂത്രവാക്യം എന്താ? tn സമം a +
n-1 ഇൻറ്റു ഡി. സമാന്തര പ്രോഗ്രഷൻ്റെ എന്നാം പദം കാണാൻ സൂത്രവാക്യമാണ് Tn സമം a പ്ലസ് n-1 ഇൻറ്റു ഡി. നമുക്ക് ആദ്യം ഇതിൽ ഡി കാണാം. ഡി എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. എങ്ങനെ കാണുക? രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം, അല്ലെങ്കിലോ മൂന്നാം പദത്തിന് രണ്ടാം പദം കുറച്ചാൽ മതി, മൂന്നാം പദത്തിന് രണ്ടാം പദം കുറച്ചാൽ മതി. നമുക്ക് ഇവിടെ രണ്ടാം പദത്തിന് ആദ്യ പദം കുറയ്ക്കുക. രണ്ടാം പദം എന്താ? 1 പ്ലസ് എ ബൈ എ. രണ്ടാം പദം അതിൽ നിന്ന് 1 ബൈ എ കുറയ്ക്കണം 1 ബൈ എ. ഇതെങ്ങനെ? ഇതിപ്പോൾ രണ്ട് ഭിന്നസംഖ്യകളാണ് അല്ലേ? ഛേദങ്ങൾ തുല്യമാണ്. ഭിന്നസംഖ്യകളുടെ കുറയ്ക്കുമ്പോൾ ഛേദങ്ങൾ തുല്യമായി നമുക്ക് നേരിട്ട് കുറയ്ക്കാം. അപ്പോൾ എന്തിടാം? അംശം കുറയ്ക്കുക. എന്തൊക്കെയാണ് ഇവിടെ? എന്താ അംശം? 1 പ്ലസ് എ. ഇവിടെ എന്താ കുറയ്ക്കണം? ഇവിടെ എന്താ? 1. അപ്പോൾ ഈ അംശത്തിന് ഈ അംശം കുറച്ചു ബൈ പൊതുവായ ഛേദമായിട്ട് കോമൺ ഡിനോമിനേറ്ററായിട്ട് എ ഇടുക. കാരണം ഛേദങ്ങൾ തുല്യല്ലേ. അപ്പോൾ എ എന്ന് പൊതുവായ ഛേദമായിട്ട് ഇടുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നോക്കൂ, 1 1 കുറച്ചാൽ 0 ആയി പോകും, 1 കുറച്ചാൽ 0. ബാക്കി എ ബൈ എ 1 വരും അല്ലേ? എ ബൈ എ 1. നമുക്ക് എന്ത് കിട്ടി? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്കിതിൽ വില കൊടുക്കാൻ. വില കൊടുക്കുമ്പോൾ nth ടേം കാണണം, എന്നാം പദം കാണണം. അപ്പോൾ Tn സമം എ ആദ്യ പദം. ആദ്യ പദം എത്രയാണ്? ഇതാണ് ആദ്യ പദം അല്ലേ? 1 ബൈ എ പ്ലസ് n-1 അതുപോലെ ഇടുക. കാരണം എന്നാം പദം കാണുന്നുണ്ട്. അപ്പോൾ എന്നിൻ്റെ വില n തന്നെയാണ്. നമുക്ക് n-1 കിട്ടു. ഡിയോ നമുക്കിപ്പോൾ കിട്ടി എത്രയാണ്? 1. ഇതെങ്ങനെ ചെയ്യുക? നമ്മൾ ആദ്യം ഇവിടെ കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട്. ഇതൊന്നാണ്. എന്തൊക്കെയാണ്? കൂട്ടലുണ്ട് ഗുണിക്കലുണ്ട്. ബ്രാക്കറ്റിട്ട് ഗുണിക്കണം എന്നാണ്. അപ്പോൾ ബോർഡ് മാസ് പ്രകാരം നമ്മൾ ആദ്യം ഗുണിച്ചിട്ട് വേണം കൂട്ടാൻ അല്ലേ? ബോർഡ് മാസ് പ്രകാരം ഗുണനം ചെയ്യണം. അപ്പോൾ ഈ 1 ബൈ അതുപോലെ ഇട്ടു, കൂട്ടണം n-1 കൊണ്ട് 1 ഗുണിച്ചാൽ ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ അതേ സംഖ്യ, ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഗുണിച്ചാൽ അതന്നെ. അപ്പോൾ എന്താ എഴുതുക? എന്താ? n-1. നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി കൂട്ടണം. 1 ബൈ എ കൂട്ടണം n-1 രണ്ടും കൂടി കൂട്ടണം. അതിന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഛേദം 1 ഇടാം. ഇനി ഇതെങ്ങനെ കൂട്ടുക? ഈ അംശം കൂടി ഈ ഛേദത്തെ കുടിക്കുക. ഈ അംശം ഇൻറ്റു ഈ ഛേദം 1 × 1 1 ഇടത് ചിഹ്നം ഇടുക പ്ലസ് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ കുടിക്കുക. ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ എന്താ ചെയ്യുക? എ എന്നിട്ട് ബ്രാക്കറ്റിൽ എ ഇൻറ്റു n-1 ബൈ എന്നിട്ട് ഛേദങ്ങൾ പരസ്പരം കുടിക്കുക. ഛേദങ്ങൾ a × 1 a. ഇതാണ് ഉത്തരം. 1 പ്ലസ് a × n-1 ബൈ എ. ഒരു സംഖ്യയുടെ 90% എന്നത് 540. ആ സംഖ്യയുടെ 10%ൻ്റെ 5% എത്ര? ഒരു സംഖ്യയുടെ 90%. സംഖ്യയുടെ 90% എങ്ങനെ നമ്മൾ കാണുക? സംഖ്യയുടെ 90% എങ്ങനെ കാണും? സംഖ്യ ഇൻറ്റു 90/100. സംഖ്യയുടെ 90% സംഖ്യ ഇൻറ്റു 90/100. അത് നമുക്ക് തന്നിട്ട് എത്രയാണ്? 540. അപ്പോൾ സംഖ്യ ഇൻറ്റു 90/100 540 ആണെങ്കിൽ സംഖ്യ എങ്ങനെ കാണുക? ഇൻറ്റു 90/100 ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇൻറ്റു 90/100 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എന്താ? സംഖ്യ എങ്ങനെ കാണുക? സംഖ്യ സമം ഇവിടെ എത്രയുണ്ട്? 540 ഇൻറ്റു 90/100 അങ്ങോട്ട് എടുത്തു, ഇൻറ്റു റെസിപ്രോക്കൽ ഇടുക, അതായത് ഉക്രമം അംശവും ചെയ്തു തിരിച്ചിടുക. 100/90. നമുക്ക് ഇതൊരു 0 വെട്ടിക്കളഞ്ഞു. ബാക്കി 9 54 6 9 54. 6 × 100 600. നമുക്ക് എന്ത് കിട്ടി? സംഖ്യ കിട്ടി. സംഖ്യ 600. അതല്ല കാണേണ്ടത്. ഈ സംഖ്യയുടെ 10%ന് 5% കാണണം. ഈ സംഖ്യ ഉണ്ടല്ലോ അതിൻ്റെ 10%ന് 5%. ഇതിൻ്റെ എങ്ങനെ 10% കാണുക? 600 ഇൻറ്റു 10/100. ഇപ്പം 10% കിട്ടി. ഈ സംഖ്യയുടെ 10% കിട്ടി. അതിൻ്റെ 5% കാണണം. അപ്പോൾ വീണ്ടും ഇൻറ്റു 5/100 ചെയ്താൽ മതി. നമുക്കതിൽ ഈ 2 0 ഒരു 100 വെട്ടിക്കളഞ്ഞു. ബാക്കി നമുക്ക് ഈ ഒരു 0 ഈ 10ഉം ഒരു 0 വെട്ടിക്കളഞ്ഞാൽ ബാക്കി 6 × 5 30. 6 × 5 30 ബൈ ഛേദം എന്തുണ്ട്? ഒരു 10 ഉണ്ട്. 30/10 ഉത്തരം 3. തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകളുടെ തുക 186 സംഖ്യകൾ കാണുക. തുടർച്ചയായ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 4 നമ്പേഴ്സിൻ്റെ 4 എണ്ണൽ സംഖ്യകളുടെ സം നമുക്ക് തരേണ്ട തുക 186. ആ സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ പറയുമ്പോൾ 1 കൂടി വരും. 1 2 3 4 അല്ലേ? 1 കൂടി വരും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് എടുത്താൽ അടുത്ത എണ്ണൽ സംഖ്യ 1 കൂട്ടി, അടുത്ത എണ്ണൽ സംഖ്യ 1 കൂടി കൂട്ടി, അടുത്ത എണ്ണൽ സംഖ്യ 1 കൂടി കൂട്ടി അല്ലേ? ആദ്യത്തെ എണ്ണൽ സംഖ്യ എക്സ് ആണെങ്കിൽ പിന്നെ അടുത്തത് 1 കൂട്ടി, അടുത്തത് അതിൻ്റെ കൂടെ 1 കൂട്ടി, അടുത്തത് അതിൻ്റെ കൂടെ 1 കൂട്ടി. ഇതാണ്. അപ്പോൾ നമുക്ക് 4 എണ്ണൽ സംഖ്യകൾ ഇതാണെന്ന് കരുതുക. 4 എണ്ണൽ സംഖ്യകൾ ഇതാണെന്ന് കരുതുക. നമുക്ക് ഇതിൻ്റെ തുക അപ്പോൾ എല്ലാം കൂടി കൂട്ടണം. കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? 186. ഇനി ഇവിടെ കൂട്ടുക. നമുക്ക് ഇടതുവശം കൂട്ടുക. എന്തൊക്കെയാണ്? ഒരു എക്സ് 1 1 2 1 3 1 4x. എക്സുകൾ കൂട്ടി 1 1 2 1 3 4x. സംഖ്യകളോ 1 2 3 3 6 പ്ലസ് 6. അപ്പോൾ അത് കൂട്ടി 4x പ്ലസ് 6 സമം വലതുവശത്ത് 186 പ്ലസ് 6 അങ്ങോട്ട് എടുക്കുക. പ്ലസ് 6 അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം 6 എന്നാവും. അപ്പോൾ 4x സമം ഇവിടെ എന്തുണ്ട്? 186. ഇത് പ്ലസ് 6 -6. 4x സമം കുറയ്ക്കുമ്പോൾ
180. 4 ഇൻറ്റു എക്സ് സമം 180 ഇൻറ്റു 4 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 4 ആവും അല്ലേ, ഇൻറ്റു 4 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 4. അപ്പോൾ എക്സ് സമം 180/4 ഹരിച്ച 45 എന്ന് കിട്ടും. എന്ത് എക്സ്, അതായത് ആദ്യത്തെ എണ്ണസംഖ്യ നമുക്ക് കിട്ടിയ എത്രയാണ് 45, അടുത്ത എണ്ണസംഖ്യ 46, അടുത്തത് 47, അടുത്തത് 48. അപ്പോൾ ഇങ്ങനൊരു കണക്ക് വന്നാൽ ചെയ്യാനുള്ള എളുപ്പ വഴി ഇങ്ങനെ ഏത് തുടർച്ചയായ 4 ഇത് മാറരുത് കേട്ടോ, 4 എണ്ണസംഖ്യകൾ തന്നെ ആവണം. തുക നമുക്ക് തന്നാൽ സംഖ്യകൾ എങ്ങനെ കാണുക, ഈ തുക ഉണ്ടല്ലോ അതിൽ നിന്ന് 6 കുറയ്ക്കുക, നമ്മളതല്ലേ ചെയ്ത് തുകയെന്ന് 6 കുറയ്ക്കുക, ആ കിട്ടുന്ന ഉത്തരത്തെ 4 കൊണ്ട് ഹരിക്കുക. തുകയെന്ന് 6 കുറയ്ക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. ക്ലാസ്സിലെ 34 കുട്ടികളുടെ ശരാശരി പ്രായം 7. പുതുതായി 2 അധ്യാപകർ വന്നപ്പോൾ ശരാശരി പ്രായം 2 വർദ്ധിച്ചു. ഈ അധ്യാപകർ സമപ്രായക്കാരാണ്. ഇതിലെ ഒരു അധ്യാപകൻ്റെ പ്രായം കാണുക. നമുക്കിതിൽ എണ്ണം ശരാശരി 2 പട്ടികയായിട്ട് എഴുതുക. എണ്ണം ശരാശരി നമ്പർ ആവറേജ്. ആദ്യം 34 കുട്ടികൾ അപ്പോൾ എണ്ണം 34, ശരാശരി എത്ര 34 കുട്ടികളുടെ ശരാശരി പ്രായം 7. പുതുതായി 2 അധ്യാപകർ കൂടി വന്നു, 2 ആളുകൾ കൂടി വന്നു, അപ്പോൾ എണ്ണം 2 കൂടും, എത്രയായി 36 ഇപ്പം എണ്ണം. ശരാശരിയോ 2 കൂടി പറയുന്നുണ്ട്, ശരാശരിയും ഇപ്പോൾ എണ്ണം 2 കൂടി, ശരാശരിയും 2 കൂടി, 7 2 9. നമുക്ക് എന്താ ഇനി അറിയേണ്ടത്, ഇത് 34 കുട്ടികളുടെ ശരാശരി പ്രായമാണ്. അപ്പോൾ 34 × 7 കൂടി എന്ത് കിട്ടും, 34 കുട്ടികളുടെ ആകെ പ്രായം. ഇത് 34 കുട്ടികളുടെ ശരാശരി പ്രായം, 34 × 7 ചെയ്താൽ 34 കുട്ടികളുടെ ആകെ പ്രായം. ഇത് 36 പേരുടെ ശരാശരി പ്രായം, അപ്പോൾ 36 × 9 ചെയ്താൽ 36 പേരുടെ ആകെ പ്രായമാവും. അപ്പോൾ ഈ 36 പേരുടെ ആകെ പ്രായത്തിൽ നിന്ന്, അതായത് 36 × 9 നിന്ന് 34 പേരുടെ ആകെ പ്രായം, 34 × 7 കുറച്ചാൽ എന്ത് കിട്ടും, ഇതിൽ കൂടുതലായി വന്ന 2 ആളുകളുടെയും കൂടി ആകെ പ്രായം കിട്ടും. ഇതിൽ കൂടുതലായി വന്ന 2 ആളുകളുടെയും കൂടി ആകെ പ്രായം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 36 × 9 ഇതെന്ത് കിട്ടും, 36, അതായത് ആകെ പ്രായം കിട്ടും, എല്ലാ ആൾക്കാരുടെയും കൂടി ആകെ പ്രായം. ഇത് കുളിച്ചാലോ 34 × 7 കുട്ടികളുടെ മാത്രം ആകെ പ്രായം കിട്ടും. അപ്പോൾ ആകെയുള്ള ആളുകളുടെ മൊത്തം പ്രായത്തിൽ നിന്ന് കുട്ടികളുടെ മാത്രം ആകെ പ്രായം കുറച്ചാൽ എന്ത് കിട്ടും, ഇതിൽ ആരാണോ കൂടുതൽ ബന്ധം ചേർന്ന്, ആരാണ് 2 അധ്യാപകർ, അവർ 2 പേരുടെയും കൂടി പ്രായത്തിൻ്റെ തുക കിട്ടും, 2 പേരുടെയും കൂടി ആകെ പ്രായം കിട്ടും. ഗുണിക്കുക 9 6 54 ശിഷ്ടം 5, 9 3 27 5 32 324 കുറയ്ക്കണം, ഇത് ഗുണിക്കുക 7 4 28 ശിഷ്ടം 2, 7 3 22 23 കുറയ്ക്കുമ്പോൾ 6 8 14 1 3 4 8 12 86. ഇതെന്താ, ഈ കൂടുതലായി വന്ന 2 ആളുകളുടെയും കൂടി പ്രായമാണ്, കൂടുതലായി വന്ന 2 ആളുകളുടെയും കൂടി പ്രായങ്ങളുടെ തുകയാണിത്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട്, വന്നവർ 2 പേരും സമപ്രായക്കാരാണ്, 2 പേരുടെയും വയസ്സുകൾ തുല്യമാണ്. അപ്പോൾ ഒരാളുടെ കാണാൻ നമ്മൾ ഇതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഒരു അധ്യാപകൻ്റെ പ്രായം എത്ര, 86/2 പകുതി, ഉത്തരം 43. ഇതിലെ ഒരു അധ്യാപകൻ്റെ പ്രായം 43. ഒരു നിശ്ചിത തുകയ്ക്ക് 2 വർഷത്തെ കൂട്ടുപലിശ 304.5 രൂപ, ഇതേ കാലയളവിലെ സാധാരണ പലിശ 290 രൂപ, വാർഷിക പലിശ നിരക്ക് കാണുക. ഇവിടെ 2 വർഷത്തെ പറയണത് കൂട്ടുപലിശയും സാധാരണ പലിശയും തന്നിട്ടുണ്ട്. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള സുത്രവാക്യമുണ്ട്. 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കാണാനുള്ള സൂത്രവാക്യം എന്താ, D = PR²/10,000. ഇതെന്താണ്, 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണാനുള്ള സൂത്രവാക്യമാണ്. വില കൊടുക്കുക, വ്യത്യാസം എത്രയാണ്, 2 കൂടി കുറച്ച് നോക്കൂ, 14.5 വരും അല്ലേ. വ്യത്യാസം 14.5 സമം, ഇത് എത്ര രൂപ നിക്ഷേപിക്കണം അറിയില്ല, പലിശ നിരക്ക് അറിയില്ല, അതുപോലെ ഇട്ടു ബൈ എത്രയാണ് 10,000/10,000 കൊടുക്കുമ്പോൾ ഇൻറ്റു 10,000 ആവും. അപ്പോൾ എന്താണ്, PR² അല്ലേ, PR² അവിടെ നിർത്തി സമം ഇത് വരുമ്പോൾ ഇൻറ്റു 10,000 ആവും. 14.5 ഇൻറ്റു 10,000. 10,000 കൊണ്ട് കുടിക്കുമ്പോൾ എന്താ ചെയ്യുക, 4 സ്ഥാനം വലത്തോട്ട് നീക്കണം. 10,000 കൊണ്ട് കുടിക്കുമ്പോൾ 4 സ്ഥാനം വലത്തോട്ട്. ഇവിടെ ഒരു സ്ഥാനമുണ്ട്, പിന്നെ എന്ത് ചെയ്യണം, ഒരു 3 സ്ഥാനം വരണമെങ്കിൽ 3 0 ഇടുക. അപ്പോൾ എന്ത് വരും, 145. ഇപ്പോൾ ഒരു സ്ഥാനം വലത്തോട്ട് നീക്കി, ഇനി 3 സ്ഥാനം കൊണ്ട് നീങ്ങണം, അതിന് 3 0 ഇട്ടു. എന്താണ്, 1,45,000 അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ സാധാരണ പലിശയുടെ സൂത്രമൊക്കെ എഴുതുക. എന്താണ്, I = PNR. വില കൊടുക്കുക. സാധാരണ പലിശ എത്രയാണ്, 290 സമം P അറിയില്ല ഇൻറ്റു N 2 വർഷമാണ് ഇൻറ്റു R അറിയില്ല, എന്താണ്, R/100. നമുക്കിതിൽ PR അവിടെ നിർത്തുക, അപ്പോൾ PR എന്ന് എഴുതി. PR സമം ഈ ഇൻറ്റു 2/100 ഇങ്ങോട്ട് എടുക്കുക, ഇൻറ്റു 2/100. അപ്പോൾ ഇവിടെ എന്തുണ്ട്, 290 ഇൻറ്റു 2/100 എടുക്കുമ്പോൾ എന്ത് വരും, ഇൻറ്റു 100/2 വിൽക്രമം കൊണ്ട് ഗുണിച്ചു, അല്ലെങ്കിൽ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചു സമം. ഇത് നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ എന്ത് വരും,
145 വരും അല്ലേ. 2 കൊണ്ട് പഠിച്ചെടുക്കുക പറഞ്ഞാൽ 2 പകുതി എടുക്കുക. 290 പകുതി 145. അപ്പോൾ 145 × 100 അതായത് 14,500 എന്ന് വരും. 14,500. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? PR² സമം ഇത് കിട്ടിയിട്ടുണ്ട്. ഈ PR² നമുക്ക് ഈ PR² എങ്ങനെ എഴുതാം? PR × R എന്ന് എഴുതാം അല്ലേ. PR² വരുമ്പോൾ PR × R സമം എത്രയാണ്? 1,45,000. നമുക്ക് ഈ PR-ൻ്റെ വില എത്രയാണ്? 14,500. അപ്പോൾ ഇവിടെ ഇതിന് പകരം 14,500 R സമം 1,45,000. ഇതെങ്ങനെ R കാണുക? ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ ആവും അല്ലേ. R സമം ഇത് ഇൻറ്റു ആണ്. അങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ എത്രയാണ്? 1,45,000 ബൈ എത്രയാണ്? 14,500. നമുക്ക് 2 0 വെട്ടിക്കളഞ്ഞു. ബാക്കി ഇത് ഹരിക്കുമ്പോൾ 10 എന്ന് വരും. ഇവിടെ 1 പിന്നെ ഒരു 0. ഉത്തരം പലിശ നിരക്ക് എത്രയാണ്? 10%. A+B = 28, B+C = 40, C+A = 32 ആയാൽ A+B+Cയുടെ വില കാണുക. നമുക്ക് A+Bയുടെ വില തന്നിട്ടുണ്ട്, B+Cയുടെ വില തന്നിട്ടുണ്ട്, C+Aയുടെ വില തന്നിട്ടുണ്ട്. കാണേണ്ടത് A+B+Cയുടെ വിലയാണ്. ഇത് ഒരു സമവാക്യം, ഇതൊരു സമവാക്യം, ഇതൊരു സമവാക്യം. ഇത് 3 ഇക്വേഷൻസ് ആണ്. നമ്മൾ ഈ 3 ഇക്വേഷൻസ് കൂടി ആഡ് ചെയ്യുക. ഈ 3 സമവാക്യങ്ങളും കൂടി കൂട്ടുക. 3 സമവാക്യങ്ങളും കൂടി കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക, റൈറ്റ് ഹാൻഡ് സൈഡ് കൂട്ടുക. ഇടതുവശം സമത്തിൽ ഇടതുവശം കൂട്ടുക, വലതുവശം കൂട്ടുക. ഇവിടുത്തെ ഇടതുവശം എന്താ? A+B. അടുത്ത ഇടതുവശം എന്താ? B+C. B+C എന്ന് എഴുതുമ്പോൾ ഈ ബിയുടെ താഴെ ബി എഴുതണം. A+B എന്ന് എഴുതി. ഇനി B+C ആകുമ്പോൾ ബിയുടെ താഴെ B+C. അടുത്ത C+A. സി എവിടെ എഴുതണം? ഈ സിയുടെ താഴത്ത് എഴുതുക. C+A. അപ്പോൾ ഇവിടെ സി എന്ന് എഴുതുക. എ എവിടെ എഴുതുക? ഇവിടെ എഴുതുക. ഇനി ഇത് C+A ആണ്. അതിൻ്റെ അർത്ഥം ഇത് 2 പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവാണ്. ഇത് നമുക്കിവിടെ ചിഹ്നമില്ല, പോസിറ്റീവ് ഇടാം. ഇതും പോസിറ്റീവാണ്, ചിഹ്നമില്ലാത്തതെല്ലാം പോസിറ്റീവ്. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഇനി നമ്മളെല്ലാം കൂടിയാണ് കൂട്ടുകയാണ്. കൂട്ടുമ്പോൾ ഒരു എ കൂട്ടി 2A കൂട്ടണം. ഒരു ബി കൂട്ടി 2B കൂട്ടണം. ഒരു സി കൂട്ടി 2C. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? എല്ലാ സമവാക്യങ്ങളുടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു. എല്ലാ സമവാക്യങ്ങളുടെയും ഇടതുവശങ്ങൾ, സമത്തിൽ ഇടതുവശങ്ങൾ കൂട്ടി. ഇനി വലതുവശങ്ങൾ ഇതുപോലെ കൂട്ടണം. എന്താണ്? ഏതൊക്കെയാണ്? 28ഉം 40ഉം 32ഉം കൂടി കൂട്ടുക. 2ഉം 8ഉം 10 ശിഷ്ടം 1 1 3 4 4 4 8 2 10 100 എന്ന് കിട്ടി. അപ്പോൾ എന്താണ്? ഇത് 2 തുല്യമാണല്ലോ. ഇടതുവശങ്ങൾ കൂട്ടി സമം വലതുവശങ്ങൾ കൂട്ടി. അപ്പോൾ നമുക്ക് 2A + 2B + 2C = 100 എന്ന് എഴുതാം. ഇതിലെല്ലാത്തിലും 2 കോമൺ ഫാക്ടറാണ്. 2 പൊതു ഘടകമായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ? A+B+C = 100. ഇവിടെ 2 ഇൻറ്റു ആണ്, ബ്രാക്കറ്റ് ഇൻറ്റു ആണ്. ആ ഇൻറ്റു 2 അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ 100 ആവും. ബൈ 2 ആവും. അപ്പോൾ ഇവിടെ എന്താണ്? A+B+C = 100 ഇൻറ്റു 2 വരുമ്പോൾ ബൈ 2 ഹരിച്ച ഉത്തരം 50. A+B+Cയുടെ വില 50 ആണ്.